അപ്പാനി ആര്യനും അക്ബർ കൂടെ നിന്ന് സംസാരിക്കുകയാണ് ഗാർഡൻ ഏരിയയിൽ. ഡ്രാമ കളിക്കുന്ന അല്ലടാ നമ്മൾ, അനുവെന്ന് വിചാരിച്ചാണോ നീ ഞങ്ങളെ താഴ്ത്തി പിടിക്കുന്നതെന്ന് അപ്പാനി അക്ബറിനോട് ചോദിക്കുന്നു. നീ ആരെയും കമ്പയർ ചെയ്യേണ്ട ആളിയാന്ന് പറയുന്നുണ്ട് ആര്യന്. അതിന് അവളാണ് ഇങ്ങനത്തെ ഡ്രാമ കളിക്കുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുക, അതാക്കുക, ഇതാക്കുക, നീ അനുമോളെ കമ്പയർ ചെയ്യാന്നൊന്ന് ആര്യം വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റെനയും കൂടെ അവിടോട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ നാളെ ഈ വീടിന് ബൈ ബൈ പറയുകയാണെന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. ഇവന്മാർക്ക് 3 പേർക്കും ആകെ പറയാൻ ഒരൊറ്റ പേരേ ഉള്ള അനുമോള്. വേറെ ഒരാളുടെ കാര്യം ഇവന്മാർ സാധാരണ ആണുങ്ങളോടാണ് തർക്കത്തിനും വഴക്കിനും അല്ലെങ്കിൽ ഒരു പന്തായത്തിനും മത്സരത്തിനും നിൽക്കുന്നത്. ഇത് ഒരു പെണ്ണിൻ്റെ അടുത്താണ് ഇവരുടെ മത്സരം മൊത്തവും. ഇവരുടെ ഈ ഒരു 100 ദിവസത്തെ അക്ബറിൻ്റെ കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് എന്ന് പറഞ്ഞ ഒരൊറ്റ കണ്ടസ്റ്റൻറ്റിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു. വേറെ ആരെയും അവനറിയത്തില്ല. ആ വീട്ടിലുള്ള ബാക്കി 24 ആൾക്കാരെ അവനറിയത്തില്ല. അപ്പാനി പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഈ വീട്ടിലാണ് ഒരുമിച്ചതും കളിച്ചതും ഇത്രയും ദിവസം നിന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ കളിയൊക്കെ ചോദിക്കുക, നീ കവിത എഴുതുമോ? കവിതയല്ല, നോവൽ എഴുതുമെന്ന് അപ്പാനി പറയുന്നു. കവിതയല്ല, അവൻ്റെ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാനൊരുങ്ങിയത് അക്ബർ. എന്തായാലും അത് അവിടെ വെച്ചങ്ങ് നിർത്തി. അന്നേരം അപ്പാനി പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ വരെ മൂങ്ങി ഇരുന്നതായിരുന്നെന്ന്. എന്നിട്ട് അവൻ ഇന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേന് അവനങ്ങ് നീ പഴയ അക്ബർ ആവണ്ട എന്ന് അപ്പാനി പറയുന്നുണ്ട്. ഇമോഷണൽ ആവും, പക്ഷേ അതങ്ങോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. നീ പോടാ ചെറ്റേന്ന് പറയുന്നുണ്ട്. ആര്യം പറയാം, ആ സോഫയിൽ ഇരുന്നിട്ട് ഇവൻ നമ്മളോട് പറയും ഈ വീട്ടിലേക്ക് നോക്കാനെന്ന്. ഇവൻ വെറും ഉടായിപ്പാടാ. ഇവൻ ഈ വീട്ടിൽ നിന്നിട്ട് 100 ദിവസം ആകാൻ പോകുന്നു. ഇവനെ വിശ്വസിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. തമാശയ്ക്ക് പറഞ്ഞാന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും കൊള്ളാം. നാളെ കഴിഞ്ഞാൽ ഒരു ദിവസം പിന്നെ ഫിനാലെ. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അക്ബർ ലാലേട്ടനായിട്ട് പിന്നെ അപ്പാനി അക്ബറായിട്ട് നിൽക്കും. ഇപ്പുറത്ത് അനുമോളാണ് നിൽക്കുന്നതെന്ന് ആര്യം പറയുന്നുണ്ട്. അന്നേരം റെന ഫാത്തിമ പറയുന്നു അപ്പാനി അക്ബർ അല്ല അനീഷേട്ടനാണെന്ന്. റെന അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പാനിയെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് അത് അനീഷേട്ടൻ. ആര്യൻ നിൽക്കുന്നത് അനുമോളുടെ സ്ഥാനത്താണ്. മറ്റേ നടുക്ക് നിൽക്കുന്ന അക്ബറാണ് നമ്മുടെ ലാലേട്ടൻ. വിന്നറെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേട്ടോ. അക്ബർ സമ്മതിക്കുന്നില്ല. അക്ബർ പറയുന്ന അനീഷില്ല, അനീഷിന് പകരം ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അപ്പാനി എന്ന് പറയുന്നത് അക്ബറാണ്. എന്നിട്ട് അക്ബർ ലാലേട്ടനാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് അനുമോളാണ്. അക്ബർ ലാലേട്ടൻ്റെ സ്വരത്തിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനുമോളായിട്ട് നിൽക്കുന്ന ആര്യൻ ലാലേട്ടൻ്റെ കാല് തൊട്ട് എഴുതി. ഇവർ കളിയാക്കുന്നുണ്ട്, അനുമോളെ കളിയാക്കുകയാണ്. ലാലേട്ടൻ്റെ കാല് തൊട്ട് കഴിയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ് കാലൊന്നും തൊട്ട് വേണ്ട മോളെ, വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയെ പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് അക്ബർ അപ്പാനിയുടെ കൈ പിടിച്ചിങ്ങനെ പൊക്കുന്നുണ്ട്. ദ വിന്നറീസ് എന്ന് പറഞ്ഞിട്ട് അപ്പാനി കൈ പൊക്കുന്നില്ല. അപ്പോൾ അക്ബർ പറയാം കൈ പൊക്കട പന്നി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലേക്കകത്ത് അക്ബറും അനുമോളും കൂടെ നിന്നിട്ട് അക്ബറാണ് വിജയി എന്ന്, കപ്പെടുക്കുന്നത് അക്ബറാണെന്ന്. എങ്ങനെ ഇരിക്കുന്ന അക്ബറിൻ്റെ വ്യാമോഹം നോക്കിയേ.